ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ മണവും ഒക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കപ്പ് പച്ചരിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് പച്ചരിയാണ് എന്നുണ്ടെങ്കിലും നമ്മളതൊരു 3-4 പ്രാവശ്യമായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുക. ചില പച്ചരികൾക്ക് പശ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ഒട്ടുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3-4 പ്രാവശ്യമെങ്കിലും, അതായത് നമ്മൾ വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി നിൽക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു രാത്രി മുഴുവനായിട്ട് ഞാൻ കുതിർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാത്രിയിൽ കുതിരാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈവനിങ്ങിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോണേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുക്കരുത്. ചെറിയൊരു തരിതരിപ്പായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഞരടിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു തരിതരി നമുക്ക് ഫീൽ ചെയ്യണം. ആ ഒരു രീതിയിലാവുന്നത് വരെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റിലും അതുപോലെ തന്നെ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രൂപത്തിലൊക്കെ മാറ്റം ഉണ്ടായിരിക്കും. അപ്പം ഇനി ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആ ജാറൊന്ന് കഴുകിയിട്ടെടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള ബാറ്ററല്ല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ചൊന്ന് കട്ടിയുള്ള രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാനോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞു പോകാനോ പാടില്ല. ഇനിയിപ്പോൾ ഒരല്പം കുറഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് കേട്ടോ. കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള രീതിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് വെള്ളം അല്ലെങ്കിൽ നമുക്കൊരു 3/4 കപ്പോളം വെള്ളം മാത്രമാണ് നമുക്കത് ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെ ആ ഒരു രീതിക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ദാ ഈ ഒരു വെള്ളം ഇത്രയും തന്നെ ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 1 പിടിയോളം തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമുക്കറിയാലോ, ചെറിയ ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക മണം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു മണമാവുന്നത് വരെയാണ് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പം ഒരുപാട് അങ്ങോട്ട് കളറ് മാറിപ്പോകണ്ട. എന്നാൽ ചെറിയൊരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. മാത്രമല്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കുക കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാനായിട്ട് നല്ലത്. മാത്രമല്ല നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ഉള്ളി നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു മണവും കറിവേപ്പിലയുടെ മണവും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു കൂട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ.
അപ്പോൾ ഇതേപോലെ നല്ലപോലെ ആ ഓയിലും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, എന്നിരുന്നാലും ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഒരു ദോശക്കല്ലിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിനാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് നമുക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പരത്തി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം, ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ മൂടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വശം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരല്പസമയം മാത്രം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഓയിലൊന്നും നമുക്ക് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്, നല്ല മണമൊക്കെ ഉള്ളതാണ്. അപ്പം രാവിലെ ഇപ്പോൾ എന്താണ് തയ്യാറാക്കുക എന്നൊക്കെ എങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക്, കുറച്ച് വെറൈറ്റിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ, കുറച്ച് മടിയുള്ളവർക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് മാത്രമല്ല, വളരെ ടേസ്റ്റാണ്, ഒരു പ്രത്യേക മണമൊക്കെ ഉള്ളതാണ് ഈ റെസിപ്പിക്ക്. പലർക്കും ഒരുപക്ഷെ ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കാം, എന്നാൽ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള എളുപ്പത്തിലുള്ള ഇതേപോലെയുള്ള റെസിപ്പികളൊന്നും അറിയണമെന്നില്ല. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും അതുപോലെ തന്നെ കറികൾ, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്, ഹെയർ ഡൈകൾ, ഹോം റെമഡീസ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെയുള്ള അങ്ങനെയുള്ള ഹോം റെമഡീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.